ഇന്ന് നമുക്ക് കരിമീൻ പൊള്ളിച്ചത് സിമ്പിളായി ഉണ്ടാക്കിയെടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത് പൊള്ളിച്ചതും കറി ഉണ്ടാക്കുന്നുണ്ട്. പൊള്ളിക്കാനുള്ള മസാല തേക്കുകയാണ്. ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, അതുപോലെ നാരങ്ങനീര്, ഇത് മാത്രമാണ് മസാല. അതവിടെ മാറ്റി വെക്കാം. അതിന് ശേഷം വാഴയില വെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കരിമീൻ മസാല തേച്ചത് വെച്ച് കൊടുക്കുക. അതിനുശേഷം അത് നല്ലപോലെ വേകട്ടെ. അപ്പോൾ നമുക്ക് ഇപ്പുറത്ത് മൺചട്ടിയിൽ കറി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും തക്കാളിയും കറിവേപ്പിലും സവാള, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൺചട്ടിയിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളി ഇട്ടെടുക്കുകയാണ്. അതിലോട്ട് ഇച്ചിരി ചെറിയുള്ളി ഇട്ടെടുക്കുക, കുറച്ച് മതി കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ടെടുക്കുക. ഇനി അതൊന്ന് നല്ലപോലെ ഒരു ബ്രൗൺ പിങ്ക് ഇതിനിടയിലുള്ള ആ ഒരു കളർ കിട്ടുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷം വേണം നമുക്ക് തക്കാളി ഇടാൻ. സോ അതിലോട്ട് നമ്മൾ പുളിവെള്ളം ചേർക്കാൻ പോവാണ്. പുളിവെള്ളം നമ്മൾ ഇത് കുറച്ച് മുമ്പേ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. അപ്പോൾ ഇതിടുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണേ. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് തക്കാളി ഇട്ടെടുക്കുക. പിന്നെ പുളിവെള്ളം കൂടി ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കരിമീൻ ഇതാ നല്ലപോലെ ഉഷാറായി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് പുളിവെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം അടിപൊളിയായിട്ട് നമ്മൾ ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കും നമ്മുടെ ഉച്ചക്കത്തെ ഡിന്നറൊക്കെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെന്ന് കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കരിമീൻ ഉണ്ടാക്കിയ അതേ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും കുറച്ച് സവാളയും തക്കാളി ഇട്ടതിന് ശേഷം പുളിവെള്ളം ബാക്കി ഉണ്ടെങ്കിൽ കുറച്ച് ചേർക്കുക. അതിനുശേഷം നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിനിടയിൽ ഞാൻ കരിമീൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. കറിയിലോട്ട് കരിമീൻ ഇടുന്നുണ്ട് കേട്ടോ. കറിയിലോട്ട് പൊടികൾ ഞാൻ പറഞ്ഞിട്ടില്ല, സോറി. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക്, കാശ്മീരി ചില്ലി നമുക്ക് കുറച്ച് വേണമെന്നുണ്ട് ഇടാം. ലാസ്റ്റായിട്ട് പച്ചവെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് മൂടിയേക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് അത് ചൂടാറണമല്ലോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പൊള്ളിച്ചത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ചേർക്കുക. അതിന് മേലെ കരിമീൻ വെക്കുന്നുണ്ട്. അതിന് ശേഷം നല്ലപോലെ മസാല അതിന് മേലെ പിടിപ്പിച്ചതിന് ശേഷം നമ്മളത് നല്ലപോലെ ഒന്ന് കെട്ടി വെക്കുക. അപ്പോൾ ഫൈനൽ ലുക്ക് എല്ലാവരും കാണാമെന്ന് വിചാരിക്കും. നമ്മുടെ ചാനലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.